നല്ല ടേസ്റ്റി ആയിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കുക്കർ മന്തിയാട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. 2 മാഗി ക്യൂബ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വലിയൊരു ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം എന്തായാലും സ്കിപ്പ് ചെയ്ത് അത് എന്തായാലും അത് നിർബന്ധമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയൊരു ടേബിൾ സ്പൂൺ ബട്ടർ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 തക്കാളി ജ്യൂസ് അടിച്ചത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 4-5 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതൊരു മെയിൽ ഷെഫിൻ്റെ റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ പല ടൈപ്പ് റെസിപ്പീസ് ഞാനിവിടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത്രയും ഫാസ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതവിടെ ബസ്മതിയുടെ സെല്ലാ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അരി തിളപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ചധികം വെള്ളം തന്നെ അടുപ്പത്ത് വെക്കുകയാണ്. അതിലേക്ക് ചെറിയ ജീരകം, ഉണങ്ങിയ നാരങ്ങ, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, പിന്നെ സ്ലൈസ് ചെയ്തിട്ടുള്ള 2 ചെറുനാരങ്ങ, പിന്നെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിയും കൂടെ ചേർത്തിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ മന്തി ഉണ്ടാക്കാനായിട്ട് ബാച്ചിലേഴ്സിന് വരെ പറ്റും. കാരണം അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല കേട്ടോ. കുക്കറിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളിത് അരി ഏകദേശം 50% കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ മേലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ 3 പച്ചമുളക് വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കനലൊക്കെ വെക്കാറുണ്ട്. ഇത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്കതൊന്നും എപ്പോഴും അവൈലബിൾ അല്ലല്ലോ. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ ഇതാ ഒരു വിസിലൊക്കെ വന്ന് നമ്മൾ ഓഫ് ചെയ്ത് അത് കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നേരെ നമ്മളിതാ ഒരു ട്രേയിലേക്കൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രം ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ലായിരുന്നു. കാരണം ആ ഒരു ഭംഗിയിലങ്ങ് നേരെ മറിഞ്ഞു വീണില്ല. എല്ലാം കൂടെ അങ്ങ് ചിക്കൻ വേറെയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഇതാ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ ഒരു റെഡും യെല്ലോ കളറും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിതാ കുറച്ച് മയണൈസും ആ ഒരു തക്കാളിയുടെ ചട്നിയിൽ അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക.